അതാ കാര്യം. 15 ദിവസം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു ഗ്രാമമായി മാറുമോ? കാരണം വാർത്താ പ്രാധാന്യം തീർന്നു. അപ്പൊ അതുകൊണ്ട് 15 ദിവസം കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ ശരിയാണ്, നമ്മൾ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ടോ എന്ത് വേണേലും ചെയ്യാം. കാരണം അവിടെ ഹ്യൂമൻ പവറിൽ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം തീർന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസേ ഉള്ളൂ മറിപ്പുഴയ്ക്ക്. അത് പൊട്ടി, അത് നമ്മുടെ സ്പേസിലാണ് പൊട്ടിയെങ്കിൽ തിരുവമ്പാടി ഉണ്ടാവില്ല, ആനിക്കമ്പോലും ഉണ്ടാവില്ല, പുല്ലിയമ്പാറ ഉണ്ടാവില്ല, മുക്കം ഉണ്ടാവില്ല. മാവൂരടക്കം തീരും. കാരണം ഇന്നലെ ഞാൻ ചെന്നപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു പുഴയല്ലായിരുന്നു, ഒരു ചെറിയ വരളിയായിരുന്നു. അതായത് അവര് വീഡിയോ കണ്ടാൽ മനസ്സിലാവൂല മനോജയുടെ. നമ്മൾ ഞങ്ങൾ ആ പഴയ വീഡിയോ കണ്ടിട്ട് നടന്നു ചെന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ സ്ഥലം ഏതാന്ന്. കാരണം എന്ന് വെച്ചാൽ ഒരു 20 ആള് ഹൈറ്റിൽ ആ മണ്ണ് എടുത്തു പോയത് അവിടുന്ന്. ഇന്നലെ ഞാനും എന്റെ കൂട്ടത്തിൽ പോയൊരു പയ്യനും വേറൊരു പയ്യൻ എറണാകുളത്ത് പഠിക്കുന്ന ഒരാൾ ഇന്നലെയാണ് അവിടെ സ്പോട്ടിൽ എത്തുന്നത്. അവന്റെ വീട് ആ പള്ളിയില്ലേ, മുണ്ടക്കൈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ 3 പേരും കൂടി ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ നടന്നു നോക്കിയിട്ട് സ്പേസ് വീടെന്ന് പറഞ്ഞു. അപ്പൊ ഹിറ്റാച്ചി ഓപ്പറേറ്റർ പറഞ്ഞു അവിടെ ഒന്നുമില്ല, ഞാൻ അവിടെ മണ്ണെടുത്തിട്ടെന്ന് പറഞ്ഞപ്പോ ആ പയ്യൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അവിടെ മാന്തണം എന്ന് പറഞ്ഞു. എന്റെ വീട് അവിടെ ഉണ്ട്, 16 പേരുണ്ട്, അതിൽ 5 പേരുടെ ബോഡിയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 11 പേരുടെ ബോഡി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അന്നേരവും പറയുന്നുണ്ട് അവിടെ ക്ലീൻ ഏരിയ ആയിരുന്നു, ഞാൻ അവിടെ മണ്ണെടുത്തിട്ടെന്ന്. പറ്റില്ല മാന്തണം എന്ന് പറഞ്ഞു, മാന്തിച്ചു. ഒന്നുമില്ല, എവിടെയോ പോയി. അത് നിലമ്പരത്തി കാണും. കാരണം ഫൗണ്ടേഷനിൽ നിന്ന് ഒരു 3 മീറ്റർ അടിയിൽ മണ്ണ് പോയി. 3 അടി മണ്ണ് പോയി. അതായത് ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ഇല്ല, ഫൗണ്ടേഷൻ പുഴയിലാണ് കിടക്കുന്നത്. ഏത് നമ്മുടെ ബെൽറ്റ് വാർത്ത ഫൗണ്ടേഷനുകളില്ലേ കെട്ടിന് മുകളിലുള്ള, അത് പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് അവന്റെ ആശ്വാസത്തിന് അവർ കുറച്ചു നേരം മാന്തി, അത് കഴിഞ്ഞപ്പോ അവനും മാറി നിന്നു. കാരണം ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിലും കളക്ട് ചെയ്യുവാണെങ്കിലും ഒരു 15 ദിവസത്തിന് ശേഷം റോട്ടറിയുടെ ബാനറിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യാം. അതാണ് നല്ലത്. അത് ഡിസ്ട്രിക്ട് ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ ഒന്നിച്ച് ചെയ്യാം, അർഹതയുള്ളവരുടെ കയ്യിൽ ചെയ്യാം.